നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളെ കോയമ്പത്തൂരിൽ എത്തിച്ചുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. ഇരുവരും ഒളിവിൽ കഴിഞ്ഞിരുന്ന പിലമേട് ശ്രീറാം കോളനിയിലെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തി. അതേസമയം മുഖ്യപ്രതി പൾസർ സുനിയും കൂട്ടാളി വിജേഷും കോടതിയിൽ എത്തിയ ബൈക്കിന്റെ ഉടമയെ കണ്ടെത്തി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഏറ്റവും പുതിയ വിവരങ്ങൾ. അരുൺ, പുലർച്ചെയാണ് പൾസർ സുനിയും വിജേഷിനെ കൊണ്ട് അന്വേഷണ സംഘം ഇവിടെ കോയമ്പത്തൂരിലെത്തിയത്. പ്രതികൾ 3 ദിവസം ഒളിവിൽ കഴിഞ്ഞ് ശ്രീറാം നഗറിലുള്ള വീട്ടിൽ സംഘം പരിശോധന നടത്തി. ഇന്ന് രാവിലെ തന്നെ വീടിനുള്ളിൽ നിന്ന് ഒരു മൊബൈൽ ഫോണും ഒരു ടാബും കണ്ടെടുത്തിട്ടുണ്ട്. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നതിന് മുന്നോടിയായി പോലീസ് സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ വീട്ടുടമയെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രതികളെ മുൻപരിചയമില്ലെന്ന നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. ചാർലി എന്നൊരാളാണ് പരിചയപ്പെടുത്തിയെന്ന് കെട്ടിടമുടമ പോലീസിനോട് പറഞ്ഞു. ചാർലി ഒളിവിലാണെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇവിടെ എത്തിയതെന്നും ബുധനാഴ്ച മടങ്ങിയെന്നും പോലീസിനോട് പ്രതികൾ ഇവിടെ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘം എത്തിയതറിഞ്ഞാണ് രക്ഷപ്പെട്ടതെന്നും പ്രതികൾ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പിളമേട് സ്വദേശി സെൽവൻ എന്നൊരാളുടെ ബൈക്കുമായാണ് ഇവർ രക്ഷപ്പെട്ടതെന്ന് കണ്ടെത്തി. സെൽവനെ പിന്നീട് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ബൈക്ക് മോഷണം പോയതാണ് എന്നാണ് സെൽവന്റെ നിലപാട്. താക്കോൽ തന്റെ കൈവശമുണ്ടെന്നും രേഖകളെല്ലാം ബാങ്കിലാണെന്നുമാണ് പോലീസിനോട് സെൽവൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സെൽവനെയും വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ആലുവ DSP ബാബുകുമാർ സംഘവുമാണ് പ്രതികളുമായി എത്തിയത്. കോയമ്പത്തൂരിലെ തെളിവെടുപ്പ് ഏതാണ്ട് ഇന്ന് തന്നെ പൂർത്തിയാക്കി ഇന്ന് തന്നെ കൊച്ചിയിൽ മടങ്ങിയെത്താൻ കഴിയും എന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഇനി പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ മറ്റിടങ്ങളിലും കൊണ്ടുപോയി തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒപ്പം ഇതിനിടെ കഴിഞ്ഞ ദിവസം പൊന്നുരുന്നിയിലെ വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ, ടാബും പെൻഡ്രൈവും ഒരു മെമ്മറി കാർഡും കണ്ടെത്തിയിരുന്നു. അവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തിന് അയച്ചിരിക്കുകയാണ്. സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകിയത്. നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഗൂഢാലോചന ഇല്ല എന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഗൂഢാലോചന ഇല്ല എന്ന് ഒരു മാധ്യമത്തിൽ വാർത്ത വന്നിരുന്നു. ഈ വാർത്തയെക്കുറിച്ച് പറയുകയായിരുന്നു മുഖ്യമന്ത്രി. താങ്കൾ പറഞ്ഞതിന് വിരുദ്ധമല്ല, ഞാൻ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ കാള പെറ്റുമെന്ന് കേട്ടപ്പോൾ കയറെടുക്കാൻ പാടില്ല. എന്താണ് സംഭവിച്ചത്? ഞാൻ ദീപികയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അന്ന് സ്റ്റേജിൽ എനിക്കൊരു പത്രം കിട്ടും. ആ പത്രത്തിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു റിപ്പോർട്ട് കാണുന്നു. എനിക്ക് ഔദ്യോഗികമായി കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയല്ല, ഇങ്ങനെ റിപ്പോർട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണത്തിന് പുറപ്പെടുന്നു. ആ ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇപ്പോൾ എല്ലാവരെയും പിടികിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ പിടികിട്ടി കഴിഞ്ഞ സാഹചര്യത്തിൽ കാര്യങ്ങൾ അവരന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും. ഇതാണ് ഞാൻ പറഞ്ഞത്. കെ സുരേന്ദ്രനെതിരെ കേസെടുക്കണം എന്ന VM സുധീരൻ. കൊലവിളി പ്രസംഗത്തിന്റെ പേരിൽ കേസെടുക്കണമെന്നാണ് ആവശ്യം. അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ പ്രസ്താവന മുഖ്യമന്ത്രി തിരുത്തിയത് ജനരോഷം ഭയന്നാണ് എന്ന് സുധീരൻ പറഞ്ഞു. അക്രമത്തിന് ആഹ്വാനം കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാരായാലും അവർക്കെതിരെ കർശനമായ നടപടി വേണം. BJP നേതാവ് സുരേന്ദ്രൻ ഇപ്പോൾ MM മണിയാകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. തീർച്ചയായും സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തേ മതിയാകൂ. അക്രമങ്ങൾക്കുള്ള പരസ്യമായ ആഹ്വാനമാണ് അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ വേഗത്തിൽ പിടികൂടി പോലീസ് സേനയുടെയും നാടിന്റെയും മാനം കാത്ത അന്വേഷണ സംഘത്തിന് സഹപ്രവർത്തകരുടെ ആദരം. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും പോലീസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്വേഷണ സംഘാംഗങ്ങൾക്ക് കൊച്ചിയിൽ സ്വീകരണം നൽകി. നാട് ആഗ്രഹിച്ചത് ചെയ്ത പോലീസുകാരെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുത് എന്ന് ചടങ്ങിൽ പങ്കെടുത്ത മേജർ രവി പറഞ്ഞു. പ്രതികളെ അതിവേഗതയിൽ ഇരുമ്പഴിക്കുള്ളിലാക്കുന്നതിന് പോലീസ് നടത്തിയ കഠിന പ്രയത്നത്തെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടായിരുന്നു സംവിധായകൻ മേജർ രവി സംസാരിച്ചു തുടങ്ങിയത്. പോലീസിനെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ വിടാതെ അവനെ പിടിവിട്ടില്ല. ചവിട്ട് കൊണ്ടിട്ടും അവനെ പിടിച്ച് ചവിട്ടിക്കൂട്ടി വണ്ടിക്കകത്ത് കെട്ടി കൊണ്ടുവന്ന് കണ്ടപ്പം അഭിമാനം തോന്നി. ഇനിയും നമ്മുടെ സമൂഹം ഇതുപോലുള്ള പ്രവൃത്തികൾ കാണുന്ന സമയത്ത് ഈ പോലീസിനെ അഭിനന്ദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അപമാനിക്കാതിരുന്നാൽ മതി. പ്രതികളെ പിടികൂടാൻ നടത്തിയ ശ്രമങ്ങൾക്കിടെ പോലീസിന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ വ്യക്തമാക്കുന്നതായിരുന്നു അന്വേഷണ സംഘ തലവൻ IGP വിജയന്റെ വാക്കുകൾ. പ്രതിയെ പിടികൂടിയ രീതിയെ ചൊല്ലി ചിലർ വലിയ വിവാദമുയർത്തുന്നു. ഇത് സമൂഹത്തിന് എന്തു ഗുണം ചെയ്തുവെന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ എന്ന് IG പറഞ്ഞു. നമ്മൾ വിവാദങ്ങളെല്ലാം സൃഷ്ടിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ചർച്ചകളെല്ലാം വിവാദങ്ങളെല്ലാം നമ്മളെ നന്മയിലേക്കാണോ പോകുന്നത്, അതല്ല നമ്മൾക്ക് ഗുണകരമല്ലാതെ പോകുന്നുണ്ടോ എന്ന് സമൂഹം ചിന്തിക്കേണ്ടതുകൊണ്ടെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ
നമ്മൾ ചർച്ച ചെയ്ത് സുരക്ഷിതത്വത്തിലേക്കാണോ പോകുന്നത്, സുരക്ഷിതമില്ലായ്മയിലേക്കാണോ പോകുന്നതെന്ന് ആലോചിക്കുന്നത്. കേസന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളാവുകയും പ്രതികളെ പിടികൂടാൻ കഠിന പ്രയത്നം നടത്തുകയും ചെയ്ത സേനാംഗങ്ങൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും പോലീസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണമൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാസർഗോഡ് പടനയിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സംഘത്തിലെ യുവാവ് അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. IS കേന്ദ്രത്തിൽ ആളില്ലാ വിമാനത്തിൽ നടന്ന ബോംബാക്രമണത്തിലാണ് 24 വയസ്സുകാരൻ ഹഫീസ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുന്നു. സണ്ണി, ഈ കാണാതായ 17 പേർക്കൊപ്പമുണ്ടായിരുന്ന സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന യുവാവായിരുന്നില്ലേ ഇയാളും? എന്താണ് സംഭവിച്ചത്? ഔദ്യോഗികമായ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അരുൺ, ഇന്നലെ വൈകിട്ട് അഫ്ഗാനിസ്ഥാനിലെ ദോറ ബോറ എന്ന് പറയുന്ന സ്ഥലത്ത് ISന്റെയും അൽഖ്വയ്ദയുടെയും സ്വാധീന മേഖലയാണ്. ഇവിടെ ആളില്ലാ വിമാനം നടത്തിയ ബോംബാക്രമണത്തിൽ കാസർഗോഡ് പടന്ന സ്വദേശിയായ ഹഫീസുദ്ദീൻ 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു എന്നാണ് അവരുടെ ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. കാരണം ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. NIA ആണ് ഈ കാണാതായ കാസർഗോഡ് നിന്ന് 17 പേരും മറ്റ് 4 പേരും അടങ്ങുന്ന 21 അംഗ സംഘമാണ് കഴിഞ്ഞ ജൂൺ മാസം അവസാനത്തോടെ കാസർഗോഡ് ജില്ലയിൽ കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത്. ഇവർക്ക് IS ബന്ധം ഉണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. പക്ഷെ അതിന് ഔദ്യോഗിക സ്ഥിരീകരണം പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ കൊല്ലപ്പെട്ടത് ദോറ ബോറയിൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏതാണ്ട് ഇത് സ്ഥിരീകരിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഹഫീസുദ്ദീനോടൊപ്പം പോയിരുന്ന ഒരു യുവാവാണ് നമുക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരം ഇവരുടെ ബന്ധുക്കൾക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. ടെലിഫോൺ മെസ്സേജ് വഴിയാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ തിരിച്ച് ഈ മെസ്സേജിന്റെ ഉറവിടം കണ്ടെത്താനോ അങ്ങോട്ട് ബന്ധപ്പെടാനോ സാധിക്കില്ല. കാരണം തീവ്രവാദ കേന്ദ്രങ്ങളിൽ നിന്നും അവർ അയക്കുന്ന ഒരു പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അത് അയക്കുന്നത്. ഈ മെസ്സേജ് പോലീസ് മേധാവികൾ കൈമാറിയതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ഇന്ത്യ ഗവൺമെന്റും അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റും തമ്മിൽ നടത്തുന്ന ആശയവിനിമയത്തെ തുടർന്ന് മാത്രമേ ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. മുമ്പും ഇവിടെ നിന്ന് പോയ ആളുകൾ ബന്ധുക്കൾക്ക് പല വിധത്തിലുള്ള മെസ്സേജുകൾ അയച്ചിരുന്നു. അതൊക്കെ ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ആ നിലയിൽ നമ്മളിത് കണക്കിലെടുക്കുകയാണെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് ഈ സംഘത്തോടൊപ്പം പോയ കൊല്ലപ്പെട്ട അഫ്ഗാനിസ്ഥാന്റെ സുഹൃത്ത് അയച്ച മെസ്സേജ് ആധികാരികമായി കണക്കിലെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ വേണ്ടി സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. അരുൺ. സണ്ണി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. പീപ്പിൾ ഇമ്പാക്ട് ചീമേനി ജയിലിൽ ഗോപൂജ നടത്തിയതിൽ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തരുത് എന്ന് മുഖ്യമന്ത്രി. നിയമത്തിനതീതമായി ആർക്കും സൗകര്യം ഒരുക്കരുത് എന്നും അഴിമതിക്കാരുടെ പ്രലോഭനത്തിൽ വീഴരുതെന്നും പിണറായി പറഞ്ഞു. കാസർഗോഡ് ചീമേനി തുറന്ന ജയിലിലെ ഗോപൂജയുടെ ദൃശ്യങ്ങൾ പീപ്പിൾ TV നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഈശ്വരന്റെ പേരിലായാലും നിയമലംഘനം അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി. ഈ ഈശ്വരൻ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പല രൂപങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം പശുവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അവിടെ നിയമലംഘനമാണ് നടന്നത്. നിയമലംഘനം നടത്താനുള്ളവരല്ല ഉദ്യോഗസ്ഥർ. ഈശ്വരന്റെ പേരിലായാലും നിയമലംഘനം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് അവകാശമില്ല. പുതിയ ജയിൽ ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. DGP ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിമർശനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം തീപിടുത്തം. വടക്കേ നടയ്ക്ക് സമീപമാണ് തീപിടിച്ചത്. പോസ്റ്റ് ഓഫീസിന്റെ സംസ്ഥാന ഗോഡൌൺ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. അതേസമയം തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും ക്ഷേത്ര സമീപത്ത് സുരക്ഷാ ഓഡിറ്റിംഗ് ആവശ്യമാണെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേ നടയ്ക്ക് സമീപത്തുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സംസ്ഥാന ഗോഡൌണിൽ പുലർച്ചെ 3:45ഓടെയാണ് തീപിടുത്തമുണ്ടായത്. ക്ഷേത്ര പരിസരത്ത് സുരക്ഷയ്ക്കായി ക്രമീകരിച്ചിരുന്ന CCTV ദൃശ്യങ്ങളിൽ തീപിടുത്തം ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് ക്ഷേത്രത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ച കമാൻഡോസും ഫയർഫോഴ്സും ചേർന്ന് തീയണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു. നഗരത്തിൽ നിന്ന് 6 യൂണിറ്റ് ഫയർഫോഴ്സും നഗരത്തിന് പുറത്ത് വർക്കല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളും എത്തിയാണ് 6:30ഓടെ തീയണച്ചത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. അതേസമയം അതീവ സുരക്ഷാ മേഖലയിലുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അന്വേഷണം നടത്തേണ്ടത്. കളക്ടറോട് അന്വേഷണത്തിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കുമെന്ന് പോസ്റ്റൽ ഡയറക്ടർ തോമസ് ലൂർദ് രാജും വ്യക്തമാക്കി. We will make detailed inquiry into that, vigilance inquiry, and we will
If there is any fault, I think we will take action against the officials at fault, and we will also ensure. ക്ഷേത്രത്തിന് സമീപം അനധികൃത നിർമ്മാണമുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് മേയർ വി കെ പ്രശാന്ത് അറിയിച്ചു. ഒരു ഫയർ ഓഡിറ്റിങ്ങും സുരക്ഷാ ഓഡിറ്റിങ്ങും നമുക്ക് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തിലെങ്കിലും നിർബന്ധമായി നടത്തണമെന്നുള്ളൊരു ആവശ്യമാണ് നഗരസഭയ്ക്ക് തന്നെ ഉള്ളത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും 2 കമാൻഡോകൾക്കും പരിക്കേറ്റു. അതീവ സുരക്ഷാ മേഖലയായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുണ്ടായ മറ്റൊരു തീപിടുത്തം കൂടി കണക്കിലെടുത്ത് സംഭവത്തെ ഗൗരവത്തോടെ സമീപിക്കാനാണ് സർക്കാർ തീരുമാനം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കർണാടകയിലെ മംഗളൂരിൽ CPIM സംഘടിപ്പിച്ച മതസൗഹാർദ്ദ റാലിയുടെ വിജയം സംഘപരിവാറിനുള്ള മതനിരപേക്ഷ ജനപക്ഷത്തിന്റെ മുന്നറിയിപ്പായി മാറി. ഭീഷണികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചാണ് സംഘപരിവാർ സ്വാധീന മേഖലയിൽ മതസൗഹാർദ്ദ റാലി വിജയിപ്പിക്കാൻ CPIMന് സാധിച്ചത്. കർണാടകയ്ക്കൊപ്പം രാജ്യത്താകെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ആവേശം പകരുന്നതായി മംഗളൂരിൽ CPIM വൻ വിജയമാക്കി മാറ്റിയ മതസൗഹാർദ്ദ റാലി. CPIM മംഗളൂരിൽ മതസൗഹാർദ്ദ റാലി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കർണാടകയിലെ സംഘപരിവാറിനെ അത് ആശങ്കപ്പെടുത്തിയിരുന്നു. CPIMന്റെ സമുന്നത നേതാക്കളിൽ ഒരാളും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ റാലിയിൽ പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചതും സംഘപരിവാറിനെ അസ്വസ്ഥരാക്കി. കടുത്ത വർഗീയ വിഷം ചീറ്റിയാണ് പിന്നീട് മതസൗഹാർദ്ദ റാലി പരാജയപ്പെടുത്താൻ സംഘപരിവാർ ശ്രമിച്ചത്. എന്നാൽ റാലിയുടെ മുന്നൊരുക്കങ്ങൾ ശക്തമായതോടെയാണ് റാലി നടക്കുന്ന ദിവസം തന്നെ ഹർത്താലിന് ആഹ്വാനമുണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മംഗലാപുരത്ത് കാലുകുത്താൻ അനുവദിക്കില്ലെന്നും സംഘപരിവാർ പ്രഖ്യാപിച്ചു. എന്നാൽ കർണാടക സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ സംഘപരിവാർ തന്ത്രങ്ങൾ പാളി. ഒടുവിൽ CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന് തീയിട്ട് ഭീഷണി ശക്തമാക്കി. എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിരോധിച്ച് മംഗളൂരിൽ മതസൗഹാർദ്ദ റാലി ചരിത്ര വിജയമാക്കാൻ CPIMന് സാധിച്ചു. ഭീഷണികളെ അവഗണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു. റാലി വൻ വിജയമായതോടെ ഫലത്തിൽ കർണാടകയിലെ സംഘപരിവാർ നേതൃത്വം പൊതുസമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയാണുണ്ടായത്. സംഘപരിവാറിനും വർഗീയ ശക്തികൾക്കും നൽകിയ കനത്ത താക്കീതായി മാറി CPIM മംഗളൂരിൽ സംഘടിപ്പിച്ച മതസൗഹാർദ്ദ റാലി. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ റാലിയിൽ അണിനിരന്നത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. നടിയെ ആക്രമിച്ച സംഭവത്തിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് കോട്ട് നൽകി സഹായിച്ച വക്കീലിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി G. സുധാകരൻ ആലപ്പുഴയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിഭാഷകന്റെ കോട്ടിട്ടുണ്ടോ എന്നല്ലേ ആൾമാറാട്ടല്ലേ, അതിന് കേസെടുക്കണം. അയാളുടെ പേരിൽ അഭിഭാഷകന്റെ പേരിലും കേസെടുക്കണം. കോടതിയിൽ വാദിക്കേണ്ട കോടതി ക്രിമിനലിന് കൊടുത്തതിനെ അഭിഭാഷക വൃത്തി ക്യാൻസൽ ചെയ്യേണ്ടതാണ് നിയമപ്രകാരം. അഭിഭാഷകരുടെ ജൂറിസ്പ്രുഡൻസ് ക്യാൻസൽ ചെയ്യണം, കേസെടുക്കണം. ഇതിന് കേസെടുക്കേണ്ടതാണ്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുന്ന ഘട്ടത്തിൽ അത് അന്വേഷിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ വക്രീകരിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു. കേസ് അന്വേഷണത്തിൽ ഇതുവരെ പുറത്തുവന്ന വ്യക്തികളെ പിടികൂടി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നും കോടിയേരി ആലപ്പുഴയിൽ പറഞ്ഞു. അത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവനയെ വക്രീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അനാവശ്യമായിട്ടുണ്ടാക്കുന്നൊരു വിവാദമാണ്. അല്ല, സിനിമാക്കാർക്കടക്കം ഗൂഢാലോചന ഇല്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത്തരത്തിൽ അതൊരു വിവാദമായിട്ട് മാറുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ബോധപൂർവ്വ രാഷ്ട്രീയ ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. കേസന്വേഷണത്തിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള പ്രതികളെ പിടികൂടി എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. മറ്റു കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമെന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ കാര്യങ്ങൾ അന്വേഷിക്കും. തെക്കൻ കേരളത്തിലെ ഇന്ത്യൻ കോഫി ബോർഡ് തൊഴിലാളി സഹകരണ സംഘം ഭരണസമിതി പിരിച്ചുവിട്ടു. അഴിമതികൾ ചൂണ്ടിക്കാട്ടി CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ നൽകിയ പരാതിയെ തുടർന്നാണ് ഭരണസമിതിക്കെതിരെ നടപടിയെടുത്തത്. സീനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ S. ബിന്ദുവിനെ തെക്കൻ കേരളത്തിലെ കോഫി ബോർഡ് സംഘത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു. തെക്കൻ കേരളത്തിലെ കോഫി ബോർഡ് തൊഴിലാളി സഹകരണ സംഘത്തിലെ 10 അംഗ ഭരണസമിതിക്കെതിരെയാണ് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ വ്യവസായ മന്ത്രിക്കും വ്യവസായ വാണിജ്യ ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു. സീനിയർ സഹകരണ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ധൂർത്ത്, അഴിമതി, സ്വജനപക്ഷപാതം, ബൈലോ നിയമങ്ങളുടെ ലംഘനം എന്നീ ആരോപണങ്ങൾ ശരിവെച്ചു. ഇന്ന് കോഫി ബോർഡ് ആസ്ഥാനത്ത് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥയെ രേഖകൾ പരിശോധിക്കുന്നതിൽ നിന്ന് ഭരണസമിതി അംഗങ്ങൾ ബലപ്രയോഗത്തിലൂടെ വിലക്കി. സംഭവ വികാസങ്ങൾ കണക്കിലെടുത്താണ് ഭരണസമിതി പിരിച്ചുവിട്ട സീനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ S. ബിന്ദുവിനെ സംഘത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചുകൊണ്ട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഉത്തരവിട്ടത്. 6 മാസമാണ് അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി. പുറത്താക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾക്ക് അടുത്ത 2 തവണ സംഘത്തിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലും നാമനിർദ്ദേശം സമർപ്പിക്കുന്നതിലും വിലക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉത്തർപ്രദേശിൽ 5ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാൻ ബൂത്ത് നേതാക്കളെ RSS തയ്യാറാക്കി കഴിഞ്ഞു. 50 വോട്ടർമാർക്ക് ഒരു RSS ബൂത്ത് നേതാവ് എന്ന രീതിയിലാണ് പദ്ധതി.
ആദ്യം വോട്ട് പിന്നീട് ഭക്ഷണം എന്ന വാഗ്ദാനം ഉയർത്തിയാണ് വോട്ടുറപ്പിക്കുന്നത്. ഉത്തർപ്രദേശ് ഭരണത്തിന്റെ കടിഞ്ഞാൺ നിർണ്ണയിക്കുന്ന 141 മണ്ഡലങ്ങളിൽ കൂടിയാണ് ഇനി വോട്ടെടുപ്പ് ബാക്കിയുള്ളത്. നാളെ നടക്കുന്ന 51 മണ്ഡലങ്ങളിലെ 5ാം ഘട്ടത്തിൽ വോട്ടർമാരെ കർക്കശമായി പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാനുള്ള ദൗത്യം RSS നേതൃത്വം തയ്യാറാക്കി കഴിഞ്ഞു. പ്രത്യേക പരിശീലനം നേടിയ 24,000 പ്രവർത്തകർ 6 പ്രധാന പ്രാദേശിക കേന്ദ്രങ്ങളിലും ബൂത്ത് നേതാവിന്റെ കീഴിൽ വോട്ട് ഉറപ്പിക്കും. 50 വോട്ടർമാർക്ക് ഒരു നേതാവ് എന്ന നിലയിൽ ജനങ്ങളെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാനാണ് നിർദ്ദേശം. ആദ്യം വോട്ട് പിന്നീട് ഭക്ഷണം എന്ന വാഗ്ദാനത്തിലാണ് വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ RSS എത്തിക്കുക. സ്ഥാനാർത്ഥി നിർണയത്തിൽ RSS നേതാക്കളെ പരിഗണിക്കാതെ BJP നേതാക്കൾ സ്വന്തക്കാരെ തിരികെ കയറ്റിയെന്ന ആക്ഷേപം നേരത്തെ നേതൃത്വം ഉന്നയിച്ചിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയാൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നും അറവുശാലകൾ അടച്ചുപൂട്ടും തുടങ്ങിയ പ്രകടന പത്രികാ വാഗ്ദാനങ്ങൾ പ്രവർത്തനം RSSലൂടെ ഏകോപിപ്പിക്കുന്നതിന് BJPക്ക് ട്രംപ് കാർഡായി. സംവരണം അനന്തമായി തുടരുന്നത് അംബേദ്കർ ആഗ്രഹിച്ചിരുന്നില്ലെന്ന RSS വക്താവിന്റെ പ്രസ്താവന ചെറുതായൊന്നുമല്ല BJPയുടെ പ്രചരണത്തെ ബാധിച്ചത്. BSP ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ഇത് മൂർച്ചയേറിയ ആയുധവുമായി. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ദില്ലി. നോട്ട് നിരോധനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മോദിയുടെ മാത്രം തീരുമാനമായിരുന്നുവെന്ന് മുൻ ധനമന്ത്രി P. ചിദംബരം. നോട്ട് നിരോധനം കൊണ്ട് ഉദ്ദേശിച്ച ഒരു കാര്യവും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ജനവും രാജ്യവും അതിന്റെ കെടുതികൾ നേരിടുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് മോദിയുടെ നടപടിയെ അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. ഏകപക്ഷീയമായി നോട്ട് നിരോധനം നടപ്പിലാക്കിയ മോദിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചാണ് മുൻ ധനകാര്യമന്ത്രി P. ചിദംബരം ആഞ്ഞടിച്ചത്. ലോകത്തെവിടെയെങ്കിലും പൂർണ്ണമായ ഒരു കറൻസി രഹിത രാജ്യം ഉള്ളതായി മോദിക്ക് അറിയാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. മോദിയുടെ പിടിപ്പുകേട് മൂലം GDP റേറ്റ് ഈ വർഷം 6% കുറയുമെന്ന് അദ്ദേഹം പറഞ്ഞു. If the United States can have 46% cash, how can India go to 100% cash? Is India completely Wi-Fi connected? Is electricity available 24 hours a day? Have you distributed POS machines to every retail outlet in this country? Has every Indian got a bank account? And every Indian has got a Paytm account or an e-wallet account? You don't consult your finance secretary. You don't consult your banking secretary. You don't consult your chief economic advisor. By all accounts, you don't even consult your finance minister. You take a decision and look at the consequence of the decision. How many families have been utterly ruined by demonetization? നോട്ട് നിരോധനം കൊണ്ട് 2,40,000 കോടി രൂപയുടെ വരുമാന നഷ്ടം ഇന്ത്യക്കുണ്ടായതായി P. ചിദംബരം കൂട്ടിച്ചേർത്തു. നോട്ട് നിരോധനത്തിന് ശേഷമുള്ള ഇന്ത്യൻ സാമ്പത്തിക മേഖല എന്ന വിഷയത്തെ ആസ്പദമാക്കി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സംഘടിപ്പിച്ച ക്ലാസിൽ പങ്കെടുക്കാനാണ് P. ചിദംബരം തിരുവനന്തപുരത്തെത്തിയത്. രമേശ് ചെന്നിത്തല, ഹിദൂർ മുഹമ്മദ്, നെയ്യാറ്റിങ്കര സനൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. NGO യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. താരേക്കാട് EMS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CITU അഖിലേന്ത്യാ സെക്രട്ടറി P. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ബദലിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ഇന്ന് ഡോക്ടർ അനിൽ ചേലമ്പ്ര പ്രഭാഷണം നടത്തും. സുഹൃത്ത് സമ്മേളനം PK ശശി MLA ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച വൈകിട്ട് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത അനശ്വരിയുടെ ഹരിപ്പാട്ടെ വീട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചു. ജില്ലാ സെക്രട്ടറി സജി ചെറിയാനും മറ്റ് പാർട്ടി പ്രവർത്തകർക്കും ഒപ്പമാണ് കോടിയേരി എത്തിയത്. സാമ്പത്തിക ബാധ്യതയും അസുഖങ്ങളും മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും എത്തിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് ജീവനൊടുക്കിയ +2 വിദ്യാർത്ഥിനി അനശ്വരയുടെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായവും സർക്കാരും പാർട്ടിയും ചേർന്ന് ചെയ്തു കൊടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ചെറുതനയിലെ അനശ്വരയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്തിയതായിരുന്നു കോടിയേരി. ആ കുടുംബം കൂടുതൽ പ്രശ്നം നേരിടാത്ത വിധത്തിൽ സാധ്യമാകുന്ന എല്ലാ ആശ്വാസ നടപടികളും അവർക്ക് സ്വീകരിക്കണം. അത് ഗവൺമെൻറ് സ്വീകരിക്കണം. ഞങ്ങൾ പാർട്ടി എന്നുള്ള നിലയിൽ സ്വീകരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ പാർട്ടി എന്നുള്ള നിലയിൽ ചെയ്യും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ആയാവറമ്പ് സ്കൂളിലെ +2 വിദ്യാർത്ഥിനി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. അനശ്വരയുടെ മൃതദേഹം സംസ്കരിക്കാൻ സ്വന്തമായി കിടപ്പാടം പോലുമില്ലാത്ത കുടുംബത്തിന് സഹായവുമായി CPM രംഗത്തെത്തുകയായിരുന്നു. ഹരിപ്പാട് ചെറുതന ലോക്കൽ കമ്മിറ്റി ഓഫീസ് പുരയിടത്തിലാണ് ഒടുവിൽ അനശ്വരയ്ക്കായി ചിതയൊരുങ്ങിയത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്കെതിരെ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് നടപടി കർശനമാക്കാൻ കോഴിക്കോട് കലക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ വകുപ്പുകൾ സംയുക്തമായി മിഠായി തെരുവിലെ കെട്ടിടങ്ങളിൽ പരിശോധന നടത്തും. ജനപ്രതിനിധികളും വ്യാപാരികളും സംഘടനാ പ്രതിനിധികളും വിവിധ വകുപ്പ് മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു.
സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾക്കൊപ്പം മിഠായി തെരുവ് നവീകരിക്കുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയായി. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൈദ്യുത ലൈനുകൾ KICB-യുമായി സഹകരിച്ച് ഭൂഗർഭ സംവിധാനത്തിലേക്ക് അടിയന്തരമായി മാറ്റാൻ തീരുമാനിച്ചു. വ്യാപാരികളുടെ പങ്കാളിത്തം കൂടി ഉറപ്പിലാക്കി ക്ലീൻ ഡ്രൈവ് പദ്ധതി നടപ്പിലാക്കും. അമിതമായി സ്റ്റോക്കുകൾ സൂക്ഷിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താനും നിയമം ലംഘിച്ച് മണ്ണെണ്ണയും ഗ്യാസും പെട്രോളും സൂക്ഷിക്കുന്നതിനെതിരെ നടപടിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് 25-ന് ശേഷം ഇത് ചെയ്യാത്തവരെ അത് ഈ DM ആക്ട് ഉപയോഗിച്ച് തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. പീരിയോഡിക്കൽ ഇൻസ്പെക്ഷന്റെ ഒരു ടീം ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ ക്വസ്റ്റനെയറോട് കൂടിയിട്ട് പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൂടി ഞങ്ങൾ ഈ ഒരു മാസത്തിനകത്ത് ഇത് ചെയ്ത് മന്ത്ലി വൺസ് എന്നുള്ള രീതിയിൽ ചോക്ക് ഔട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുക. ആക്ച്വലി ഒരു ചെക്ക് ലിസ്റ്റ് കൊടുത്ത് ഒരു ഇൻസ്പെക്ഷൻ ടീം, അതാണ് പറഞ്ഞത്, 5 വകുപ്പുകളെ കൂടി ചേർന്നുള്ള ഒരു ഇൻസ്പെക്ഷൻ ടീം. മിഠായി തെരുവ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ സുരക്ഷ ശക്തമാക്കാൻ ഫയർഫോഴ്സ് സമർപ്പിച്ച പദ്ധതി വാട്ടർ അതോറിറ്റിയുമായി സഹകരിച്ച് നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ദുരന്തങ്ങളിൽ അടിയന്തരമായി രക്ഷാപ്രവർത്തനം നടത്താൻ കമ്മ്യൂണിറ്റി വളണ്ടിയർ ടീം ഉണ്ടാക്കാനും വ്യാപാരികൾക്ക് പരിശീലനം നൽകാനും അഗ്നിശമന സേന തീരുമാനിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ 28-ന് വിളിച്ചു ചേർത്ത യോഗത്തിൽ വ്യാപാരികളുമായി ചർച്ച ചെയ്ത് കൂടുതൽ തീരുമാനങ്ങളെടുക്കും. സിജു ഖണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്ത് ഏപ്രിൽ 1 മുതൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത പഞ്ചായത്തായി മാറുകയാണ്. പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരം ഉപയോഗശൂന്യമായ തുണികൾ ഉപയോഗിച്ച സഞ്ചികൾ നിർമ്മിക്കുന്ന വനിതാ യൂണിറ്റുകൾ പഞ്ചായത്തിൽ സജീവമായി. വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മുഹമ്മ ഗ്രാമപഞ്ചായത്ത് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങളാണ്. പ്ലാസ്റ്റിക് ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറിയതിനെ തുടർന്നാണ് പ്ലാസ്റ്റിക് നിരോധിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. പ്ലാസ്റ്റിക് നിരോധിച്ചാൽ പിന്നെ സഞ്ചികൾക്ക് എന്തു ചെയ്യും? എട്രി എന്ന പരിസ്ഥിതി ഗവേഷണ സ്ഥാപനത്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ത്രീ കൂട്ടായ്മകൾ ഉപയോഗശൂന്യമായ തുണികൾ കൊണ്ട് നിർമ്മിക്കുന്ന ഇത്തരം സഞ്ചികളായിരിക്കും ഇനി ഉപഭോക്താക്കളുടെ കൈകളിലെത്തുക. പരിസ്ഥിതി സൗഹൃദ സഞ്ചികൾ സ്ത്രീകൾക്ക് വരുമാനമാർഗം കൂടി ആയി മാറുകയാണെന്ന് മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ജയലാൽ പറയുന്നു. ബാംഗ്ലൂരിലൊരു കോൺഫറൻസിന് വേണ്ടിയിട്ട് കോൺഫറൻസ് ബാഗ് ഈ പഴയ സാരിയിൽ നിന്നും ബെഡ്ഷീറ്റിൽ നിന്നും നമ്മൾ തയ്ച്ചിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്ത്രീകളുടെ യൂണിറ്റുകളാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. വേമ്പനാട് കായലിൽ നിന്ന് കായൽ സംരക്ഷണ സമിതി ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യുമെന്നതാണ് മറ്റൊരു പ്രശ്നം. റോഡ്, അതായത് കുഴികൾ വരുമ്പോഴത്തേനോ അത് അതിൻ്റെ ഫൗണ്ടേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് മണ്ണിട്ട് കഴിഞ്ഞ് മണ്ണിൻ്റെ മേളിലോട്ട് ഇതിടും. എന്നിട്ട് ഇത് ടൈറ്റ്ലി ഇതിൻ്റെ എയർ എല്ലാം കളഞ്ഞ് പിന്നെയും മണ്ണിട്ട് അതിൻ്റെ മേളിൽ മെറ്റലിട്ട് അതിൻ്റെ മേളിൽ ടാറി. ലക്ഷ്യം സാക്ഷാത്കരിക്കാനായാൽ മുഹമ്മ പ്ലാസ്റ്റിക് വിമുക്ത പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയാകും. പീപ്പിൾ ടിവിക്ക് വേണ്ടി കെ രാജേന്ദ്രൻ. കേരള തെലങ്കാന സാംസ്കാരിക വകുപ്പുകളുടെ സഹകരണത്തോടെ ഹൈദരാബാദിൽ നടത്തുന്ന 3 ദിവസത്തെ കേരള തെലങ്കാന സാംസ്കാരിക പൈതൃകോത്സവത്തിന് തുടക്കം. പൈതൃകോത്സവത്തോടനുബന്ധിച്ച് പുരാവസ്തു പുരാരേഖാ പ്രദർശനം സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി റാണി ജോർജ് IAS എന്നിവരും സന്നിഹിതരായ പൈതൃകവും കലകളും പ്രവാസി മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിനകത്തും പുറത്തും സംഘടിപ്പിക്കാൻ പോകുന്ന പൈതൃകോത്സവങ്ങളിൽ ആദ്യത്തേതാണ് ഹൈദരാബാദിൽ നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ 2ാം നയപ്രഖ്യാപനം പ്രതിസന്ധിയിൽ വലയുന്ന KSRTCക്ക് പുതുപ്രതീക്ഷ ഏകുന്നു. KSRTCയുടെ നിലവിലെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള ഒട്ടേറെ പരിഷ്കാരങ്ങളും ലാഭകരമാക്കാനുള്ള പദ്ധതികളും ആണ് ഗവർണർ നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നത്. KSRTCയുടെ പുനഃസംഘടന സംബന്ധിച്ച് പഠനം നടത്തിയ സുശീൽ ഖന്ന കമ്മിറ്റി റിപ്പോർട്ട് ലഭിക്കുന്നതോടെയാകും സർക്കാർ പരിഷ്കാര നടപടികളിലേക്ക് കടക്കുക. LDF സർക്കാരിന്റെ 2ാം നയപ്രഖ്യാപനം ഗവർണർ P സദാശിവം നിയമസഭയിൽ നടത്തുമ്പോൾ KSRTCയെ കരകയറ്റാൻ ഒട്ടേറെ കാര്യങ്ങളാണ് അക്കമിട്ട് പരാമർശിച്ചത്. ഇന്ധനക്ഷമതയും അറ്റകുറ്റപ്പണിയും, ഫ്ലീറ്റ് യൂട്ടിലൈസേഷൻ, ഡ്യൂട്ടി ഷെഡ്യൂളുകളുടെ പുനഃക്രമീകരണം, നൂതന സാങ്കേതികവിദ്യ, പ്രൊഫഷണൽ മാനേജ്മെന്റ് തുടങ്ങിയവയിൽ ദേശീയ നിലവാരം കൈവരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ നഗരങ്ങളിൽ 250 CNG വാഹനങ്ങൾ ആരംഭിക്കാൻ KSRTC ഉദ്ദേശിക്കുന്നു. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ നഗരങ്ങളിൽ പരിസ്ഥിതി സൗഹൃദ ഇലക്ട്രിക് ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ KSRTCയിൽ പദ്ധതി. ബസ്സുകളിൽ GPS അടിസ്ഥാനമാക്കിയുള്ള സ്മാർട്ട് കാർഡ് സംവിധാനം ആരംഭിക്കും. എന്നിങ്ങനെയുള്ള തീരുമാനങ്ങളാണ് KSRTCക്ക് പുതിയ പ്രതീക്ഷയേകുന്നത്. പ്രഖ്യാപനത്തിൽ പരാമർശിച്ച ഇനങ്ങൾക്ക് മാർച്ച് 3-ന് അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിൽ തുക നീക്കിവെക്കുമെന്നതും KSRTC ഉറച്ചു വിശ്വസിക്കുന്നു. GPS-നെ മൊബൈൽ ആപ്ലിക്കേഷനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റവും പാസഞ്ചേഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റവും ആവിഷ്കരിക്കും. എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും പിങ്ക് സർവീസുകൾ വ്യാപിപ്പിക്കും. വിനോദസഞ്ചാരത്തെ അടിസ്ഥാനമാക്കി സർവീസുകൾ ആരംഭിക്കും.
ട്രാൻസ്പോർട്ട് പ്ലാനിംഗ്, ഷെഡ്യൂളിംഗ്, ഓപ്പറേഷൻ എന്നിവയ്ക്കായി കോമൺ കമാൻഡും കൺട്രോൾ സിസ്റ്റവും പ്രദാനം ചെയ്യുന്നതിനും ജലഗതാഗതം, സ്വകാര്യ KSRTC ബസ്സുകൾ, മെട്രോ റെയിൽ തുടങ്ങിയവയെ സംയോജിപ്പിക്കുന്ന കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ ഒരു മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് രൂപം നൽകുമെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടുക്കി ഡാമിലേക്ക് കൂറ്റൻ പാറ അടർന്നു വീണു. 6 മാസത്തിനിടെ 2ാം പ്രാവശ്യമാണ് ഡാമിലേക്ക് പാറ വീഴുന്നത്. വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കുമെന്ന് വൈദ്യുതി മന്ത്രി MM മണി പറഞ്ഞു. കുറവൻ മലയുടെ മുകൾ ഭാഗത്തു നിന്നും വീണ പാറ ഡാമിന്റെ കെട്ടിൽ പതിച്ച് ചിന്നിച്ചിതറി. ഡാമിന്റെ കെട്ടിൽ പതിച്ച പാറ ഡാമിന്റെ സമീപത്തുള്ള സ്റ്റെയർ കേസും കൈവരികളും തകർത്ത് ഡാമിന്റെ അടിയിൽ വീണു. വലിയ ഭൂകമ്പം പോലെ ഭീകരകുലുക്കത്തോടെ വീണ പാറ പൂർണ്ണമായും മണ്ണിൽ പൂഴ്ന്നുപോയ നിലയിലാണ്. അവശേഷിക്കുന്ന കഷ്ണങ്ങൾ പ്രദേശമാകെ നിരന്നു. ഡാമിന്റെ അടിവശത്തെ മണ്ണും ഇളകിയ നിലയിലാണ്. സംഭവം അത്യന്തം ഗൌരവത്തോടെയാണ് വൈദ്യുതി വകുപ്പും നോക്കിക്കാണുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 23-ന് ഇതേ ഭാഗത്തു നിന്നും പാറ അടർന്നു വീണിരുന്നു. ഇതേ തുടർന്ന് ചില അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടില്ല. 3 വർഷം മുൻപും സമീപത്തെ മലയിൽ നിന്നും വൻ പാറകൾ അടർന്നു വീണിരുന്നു. ഡാമിന് കാവൽ നിൽക്കുന്ന ഗാർഡ് റൂമിന്റെ സമീപത്തെ പാറകൾ ഇരുമ്പു കമ്പികൾ ഉപയോഗിച്ച് ഉറപ്പിച്ചിരുന്നു. എന്നാൽ കാലപ്പഴക്കത്തിൽ ഇവ പലതും ദ്രവിച്ചു പോയിട്ടുണ്ട്. ഇതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനവും പാറ അടർന്നു പോകാൻ കാരണമാകുന്നുണ്ട്. പാറയുടെ നിരവധി ഭാഗങ്ങളാണ് ആർച്ച് ഡാമിന് ഭീഷണിയായി ഇനിയും നിൽക്കുന്നത്. ഇത്തരം പാറകൾ അടർത്തി മാറ്റിയ ശേഷം സ്ക്രൂ ചെയ്ത് മുറുക്കി സംരക്ഷിക്കുകയാണ് ഇതിനുള്ള ഏക പരിഹാരമാർഗം. സംഭവം അറിഞ്ഞ് വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി ഡാമിൽ സന്ദർശനം നടത്തി. വിദഗ്ധ സംഘത്തെ ഉപയോഗിച്ച് പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ദേശീയ നാടോടി കലാസംഗമത്തിന്റെ ഭാഗമായി അരങ്ങേറിയ രാജസ്ഥാൻ കലാകാരികളുടെ നാടോടി സംഗീതവും നൃത്തവും തലസ്ഥാനത്തെ കലാ ആസ്വാദകർക്ക് വേറിട്ട അനുഭവമായി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, ഭാരത് ഭവന്റെയും വൈലോപ്പിള്ളി സംസ്കൃതി ഭവന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ദേശീയ നാടോടി കലാസംഗമം ഇന്ന് സമാപിക്കും. ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിലെ 500ഓളം കലാകാരന്മാർ ഒത്തുചേരുന്ന അപൂർവ നാടോടി കലാസംഗമത്തിന്റെ 2ാം ദിനം രാജസ്ഥാൻ നാടോടി നൃത്തവും ഗാനവും കൊണ്ട് സമ്പന്നമായി. നാടോടി ഗാനങ്ങൾ സൂഫി പാരമ്പര്യവുമായി ഇഴുകിച്ചേർന്നപ്പോൾ തലസ്ഥാനത്തെ കലാസ്വാദകർ കരഘോഷത്തോടെ വരവേറ്റു. മരുഭൂമിയിലെ വസന്തവുമായി രാജസ്ഥാൻ കലാകാരികൾ അരങ്ങിലെത്തിയപ്പോൾ അത് കാഴ്ചയുടെ വസന്തമായി. കൽബേലിയ നൃത്തവും കാണികൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശീതകാല പച്ചക്കറിയുടെ കലവറയായ കാന്തല്ലൂരിലെ കർഷകർ കടുത്ത വേനലിൽ കൃഷിക്കായി ജലത്തിന് നട്ടം തിരിയുന്നതിന്റെ പ്രധാന കാരണം കൃഷിവകുപ്പിന്റെ ആസൂത്രണമില്ലാത്ത പദ്ധതികളാണെന്ന് പരാതി വ്യാപകമാകുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ കോടികളുടെ പദ്ധതികളാണ് പ്രദേശത്ത് പ്രയോജനശൂന്യമായി കിടക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളിലെ നീരൊഴുക്ക് നിലച്ചതോടെ ദുരിതം പേറുന്ന കർഷകരെ സഹായിക്കാനാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചെങ്കലാറിൽ ചെക്ക് ഡാം നിർമ്മിച്ചത്. എന്നാൽ മലനിരകളിൽ നിന്നുള്ള നീരൊഴുക്കിന്റെ ഗതി നിർണ്ണയിക്കാതെ നിർമ്മിച്ച ഡാം ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. ഇത്തവണ വേനൽ കടുത്തതോടെ ചെക്ക് ഡാമിൽ വെള്ളം ഒഴുകിയെത്താത്ത അവസ്ഥയാണ്. കുറേയൊക്കെ പൈസ മുടക്കി, ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇത് പണിതേക്കണതാണ്. ഇപ്പം പിന്നെയും ഒരു 3 അടി പൊക്കിയിട്ട് അതിപ്പോൾ ഒരു പ്രയോജനമില്ലാതെ ഒരു തുറന്ന മട അവിടെ കാണുന്നുണ്ട്. അത് 3 അടി പൊക്കിയതിലും നഷ്ടമാണ്. ഈ ഡാം കൊണ്ട് ഇവിടെ സാധാരണ ആൾക്കാർക്ക് പ്രയോജനമില്ലെന്നേ ഉള്ളൂ, വെള്ളമില്ല. 50 ലക്ഷം രൂപ മുടക്കി സംസ്ഥാന കൃഷി വകുപ്പാണ് ചെക്ക് ഡാം നിർമ്മിച്ചത്. കൃത്യമായ പഠനത്തിന് ശേഷം നീരൊഴുക്കിന് അനുസൃതമായി ഡാം നിർമ്മിച്ചിരുന്നെങ്കിൽ ആയിരക്കണക്കിന് കർഷകർക്ക് ഈ വേനലിൽ ഇവിടെ നിന്നും കൃഷിക്കായുള്ള ജലം ലഭിക്കുമായിരുന്നു. ഇത്തരത്തിൽ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ സർക്കാർ വിവിധ പദ്ധതികൾക്കായി തുലച്ചത് കോടികളാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ലക്ഷങ്ങൾ മുടക്കി കൃഷിക്കാർക്കായി ജലസേചനത്തിനായി നിർമ്മിച്ച ചെങ്കിലാർ ഡാമാണിത്. പൂർണ്ണമായും വറ്റിവരണ്ടിരിക്കുന്നു. വരാനിരിക്കുന്ന കടുത്ത വേനലിനെ സൂചിപ്പിക്കുന്നതാണ് ഡാമിന്റെ ഇന്നത്തെ അവസ്ഥ. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ, ഇടുക്കി. നടിയെ ആക്രമിച്ച സംഭവത്തിലെ പ്രതികളുമായി പോലീസ് കോയമ്പത്തൂരിലെത്തി തെളിവെടുപ്പ് നടത്തി. പ്രതികൾ 3 ദിവസം ഒളിവിൽ കഴിഞ്ഞ വീട്ടിൽ നിന്ന് ഒരു മൊബൈൽ ഫോണും ടാബും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച പൾസർ ബൈക്കിന്റെ ഉടമയെ
പിളമേറ്റിൽ നിന്ന് കണ്ടെത്തി. ബൈക്ക് മോഷണം പോയതാണ് എന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. പുലർച്ചെയാണ് പൾസർ സുനിയെയും വിജീഷിനെയും കൊണ്ട് അന്വേഷണ സംഘം തെളിവെടുപ്പിനായി കോയമ്പത്തൂരിലെത്തിയത്. പ്രതികൾ 3 ദിവസം ഒളിവിൽ കഴിഞ്ഞ ശ്രീറാം നഗറിലുള്ള വീട്ടിൽ സംഘം പരിശോധന നടത്തി. വീടിനുള്ളിൽ നിന്നും ഒരു മൊബൈൽ ഫോണും ടാബും കണ്ടെടുത്തു. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നതിന് മുന്നോടിയായി പോലീസ് സീൽ ചെയ്തു. വീട്ടുടമയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. പ്രതികളെ മുൻപരിചയമില്ലെന്നും ചാർലി എന്നൊരാളാണ് പരിചയപ്പെടുത്തിയതെന്നും കെട്ടിട ഉടമ പോലീസിനോട് പറഞ്ഞു. ചാർലി ഒളിവിലാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കഴിഞ്ഞ തിങ്കളാഴ്ച കോയമ്പത്തൂരിലെത്തിയ പ്രതികൾ ബുധനാഴ്ചയാണ് മടങ്ങിയത്. അന്വേഷണ സംഘം കോയമ്പത്തൂരിൽ എത്തിയതറിഞ്ഞാണ് രക്ഷപ്പെട്ടതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. പിളമേട് സ്വദേശി ശെൽവൻ എന്നൊരാളുടെ ബൈക്കുമായാണ് രക്ഷപ്പെട്ടത്. ശെൽവനെ പോലീസ് പിന്നീട് കണ്ടെത്തി. ബൈക്ക് മോഷണം പോയതാണെന്നും താക്കോൽ തന്റെ കൈവശമുണ്ടെന്നും ശെൽവൻ പോലീസിനോട് പറഞ്ഞു. ആലുവ ഡിവൈഎസ്പി ബാബുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളുമായി കോയമ്പത്തൂരിലെത്തിയത്. കോയമ്പത്തൂരിലെ തെളിവെടുപ്പ് ഇന്ന് തന്നെ പൂർത്തിയാക്കി കൊച്ചിക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. തുടർന്ന് പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ മറ്റിടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇതിനിടെ കഴിഞ്ഞ ദിവസം പൊന്നുരുന്നിയിലെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ മൊബൈൽ ഫോൺ, ടാബ്, പെൻഡ്രൈവ്, മെമ്മറി കാർഡ് എന്നിവ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഗൂഢാലോചനയില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഗൂഢാലോചനയില്ല എന്ന ഒരു മാധ്യമത്തിൽ വാർത്ത വന്നിരുന്നു. ഈ വാർത്തയെക്കുറിച്ച് പറയുകയായിരുന്നു അദ്ദേഹം. താങ്കൾ പറഞ്ഞതിന് വിരുദ്ധമല്ല. ഞാൻ ഗൂഢാലോചനയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ കാള പെറ്റുമെന്ന് കേട്ടപ്പോൾ കയറെടുക്കാൻ പാടില്ല. എന്താണ് സംഭവിച്ചത്? ഞാൻ ദീപികയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അന്ന് സ്റ്റേജിൽ എനിക്കൊരു പത്രം കിട്ടും. ആ പത്രത്തിൽ ഗൂഢാലോചനയില്ല എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു റിപ്പോർട്ട് കാണുന്നു. എനിക്ക് ഔദ്യോഗികമായി കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയല്ല, ഇങ്ങനെ റിപ്പോർട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആര്? മാധ്യമങ്ങൾ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണത്തിന് പുറപ്പെടുന്നു. ആ ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇപ്പോൾ എല്ലാവരെയും പിടികിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ പിടികിട്ടിക്കഴിഞ്ഞ സാഹചര്യത്തിൽ കാര്യങ്ങൾ അവരന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും. ഇതാണ് ഞാൻ പറഞ്ഞത്. കെ സുരേന്ദ്രനെതിരെ കേസെടുക്കണം എന്ന VM സുധീരൻ. കൊലവിളി പ്രസംഗത്തിന്റെ പേരിൽ കേസെടുക്കണമെന്നാണ് ആവശ്യം. അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ പ്രസ്താവന മുഖ്യമന്ത്രി തിരുത്തിയത് ജനരോഷം ഭയന്നാണെന്ന് സുധീരൻ പറയുന്നു. അക്രമത്തിന് ആഹ്വാനം കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ആരായാലും അവർക്കെതിരെ കർശനമായ നടപടി വേണം. BJP നേതാവ് സുരേന്ദ്രൻ ഇപ്പോൾ MM മണിയാകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. തീർച്ചയായും സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തേ മതിയാകൂ. അക്രമങ്ങൾക്കുള്ള പരസ്യമായ ആഹ്വാനമാണ് അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നടിയെ ആക്രമിച്ച സംഭവം സംബന്ധിച്ച അന്വേഷണം അട്ടിമറിക്കാൻ ഗൂഢനീക്കം നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഇല്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മറയാക്കി അന്വേഷണം അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണ് എന്നും ചെന്നിത്തല കൊച്ചിയിൽ ആരോപിച്ചു. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഒരു കേസ് അന്വേഷണം നടക്കുമ്പോൾ ആ കേസ് അന്വേഷണം പുരോഗമിക്കുന്ന വേളയിൽ ഗൂഢാലോചനയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കേസ് അട്ടിമറിക്കുന്ന കാര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നാം പ്രതിയായി നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതിയെ സംരക്ഷിക്കാൻ ബോധപൂർവമായ ഗൂഢാലോചന ഇവിടെ നടക്കുന്നു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ കൂടുതൽ കേസിന് ആസ്പദമായ കൂടുതൽ ചുരുളുകൾ നികരും, കൂടുതൽ ചുരുളുകൾ പുറത്തു വരും, സത്യം പുറത്തു വരുമെന്ന് ആരൊക്കെയോ ഭയപ്പെടുന്നു. ഇതിന്റെ പിന്നിൽ കൂടുതൽ വസ്തുതകൾ പുറത്തു വരുമെന്ന് പലരും ഭയപ്പെടുന്നു. അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന പ്രവർത്തനം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് തികച്ചും ദൗർഭാഗ്യകരമാണ് എന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ വേഗത്തിൽ പിടികൂടി പോലീസ് സേനയുടെയും നാടിന്റെയും മാനം കാത്ത അന്വേഷണ സംഘത്തിന് സഹപ്രവർത്തകരുടെ ആദരം. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും പോലീസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്വേഷണ സംഘാംഗങ്ങൾക്ക് കൊച്ചിയിൽ സ്വീകരണം നൽകി. നാട് ആഗ്രഹിച്ചത് ചെയ്ത പോലീസുകാരെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുതായിരുന്നു എന്ന് ചടങ്ങിൽ പങ്കെടുത്ത മേജർ രവി പറഞ്ഞു. പ്രതികളെ അതിവേഗതയിൽ ഇരുമ്പഴിക്കുള്ളിലാക്കുന്നതിന് പോലീസ് നടത്തിയ കഠിന പ്രയത്നത്തെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടായിരുന്നു സംവിധായകൻ മേജർ രവി സംസാരിച്ചു തുടങ്ങിയത്. പോലീസിനെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു.
ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ വിടാതെ അവനെ പിടിവിട്ടില്ല. ചവിട്ട് കൊണ്ടിട്ടും അവനെ പിടിച്ച് ചവിട്ടിക്കൂട്ടി വണ്ടിക്കകത്ത് കെട്ടി കൊണ്ടുവന്ന് കണ്ടപ്പം അഭിമാനം തോന്നി. ഇനിയും നമ്മുടെ സമൂഹം ഇതുപോലുള്ള പ്രവൃത്തികൾ കാണുന്ന സമയത്ത് ഈ പോലീസിനെ അഭിനന്ദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അപമാനിക്കാതിരുന്നാൽ മതി. പ്രതികളെ പിടികൂടാൻ നടത്തിയ ശ്രമങ്ങൾക്കിടെ പോലീസിന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ വ്യക്തമാക്കുന്നതായിരുന്നു അന്വേഷണ സംഘത്തലവൻ IG P വിജയന്റെ വാക്കുകൾ. പ്രതിയെ പിടികൂടിയ രീതിയെ ചൊല്ലി ചിലർ വലിയ വിവാദമുയർത്തുന്നു. ഇത് സമൂഹത്തിന് എന്തു ഗുണം ചെയ്തുവെന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ എന്ന് IG പറഞ്ഞു. നമ്മൾ വിവാദങ്ങളെല്ലാം സൃഷ്ടിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ചർച്ചകളെല്ലാം വിവാദങ്ങളെല്ലാം നമ്മളെ നന്മയിലേക്കാണോ പോകുന്നത്, അതല്ല നമ്മൾക്ക് ഗുണകരമല്ലാതെ പോകുന്നുണ്ടോ എന്ന് സമൂഹം ചിന്തിക്കേണ്ടതുകൊണ്ടെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് സുരക്ഷിതത്വത്തിലേക്കാണോ പോകുന്നത്, സുരക്ഷിതമില്ലായ്മയിലേക്കാണോ പോകുന്നതെന്ന് ആലോചിക്കുന്നത്. കേസന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളാവുകയും പ്രതികളെ പിടികൂടാൻ കഠിന പ്രയത്നം നടത്തുകയും ചെയ്ത സേനാംഗങ്ങൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും പോലീസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണമൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ ഇംപാക്ട്. ചീമേനി ജയിലിൽ ഗോപൂജ നടത്തിയതിൽ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തരുതെന്ന് മുഖ്യമന്ത്രി. നിയമത്തിന് അതീതമായി ആർക്കും സൗകര്യം ഒരുക്കരുത് എന്നും അഴിമതിക്കാരുടെ പ്രലോഭനത്തിൽ വീഴരുതെന്നും പിണറായി പറഞ്ഞു. കാസർഗോഡ് ചീമേനി തുറന്ന ജയിലിലെ ഗോപൂജയുടെ ദൃശ്യങ്ങൾ പീപ്പിൾ TV നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഈശ്വരന്റെ പേരിലായാലും നിയമലംഘനം അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി. ഈ ഈശ്വരൻ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പല രൂപങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം പശുവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അവിടെ നിയമ ലംഘനമാണ് നടന്നത്. നിയമലംഘനം നടത്താനുള്ളവരല്ല ഉദ്യോഗസ്ഥർ. ഈശ്വരന്റെ പേരിലായാലും നിയമലംഘനം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് അവകാശമില്ല. പുതിയ ജയിൽ ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. DGP ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിമർശനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.